ഒറ്റ രൂപക്ക് ഒരു ഇന്നോവ. ആധാർ കാർഡ്, പാൻ കാർഡ്, കോൺടാക്ട് നമ്പർ കൊണ്ടുവരിക, വണ്ടി കൊണ്ടുപോവാ. അതാണ്. ഒരു കസ്റ്റമർക്ക് തന്നെ രണ്ടുകൂടി തരൂല. അതുണ്ട്. ഒരു കസ്റ്റമർക്ക് രണ്ടുകൂടി തരൂല. വേറെ വേറെ ആൾക്കേ കൊടുക്കുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതുകൊണ്ടും നമുക്ക് വേറെ വണ്ടിയുടെ എക്സ്ചേഞ്ചിന് വന്നതുകൊണ്ടാണ് ഈ രണ്ട് വണ്ടി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. 21, 22 ലാസ്റ്റ് ഹിസ്റ്ററി കാണിക്കുന്നത് 180 സംതിങ്ങിലാണ്. പക്ഷേ അവർ തിരിച്ചു വെച്ചേക്കുന്നത് ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഇല്ലാത്ത ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു അടിപൊളി വാഹനം. നിങ്ങൾ വെറും 1 രൂപയ്ക്ക് 2 ഇന്നോവ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. വെറും 1 രൂപ മുടക്കിയാൽ 2 ഇന്നോവ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബാക്കി ലോണാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ വന്നിരിക്കുന്ന ഷോറൂം റോബോട്ടിക് കാസാണ്. ഷിയാബ് കാ സുഖല്ലേ? വളരെ ഹാപ്പി, വളരെ സുഖം. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പൊക്കെ അടിപൊളിയായിട്ട് പോകണം. 9 കഴിഞ്ഞു. ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ റോബോട്ടിക്കലാണ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്ന് വെച്ചാൽ വെടിക്കെട്ട് വിലകളിൽ ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നും കിട്ടാത്ത വിലകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അങ്ങനത്തെ കുറച്ച് വണ്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞു ഒറ്റ രൂപക്ക് ഇന്നോവ, ഒറ്റ രൂപക്ക് ഒരു ഇന്നോവ, ഒറ്റ രൂപക്ക് ഇന്നോവ. അതാണ് നമ്മളെ ഇപ്പോഴത്തെ ഓഫർ. അതാണ് നടക്കുന്നത്. അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ ചീനിക്കലാണ്. മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് വരുമ്പോൾ മലപ്പുറം എത്തണ്ട, അതിന് മുന്നേ ആയിട്ടാണ് ചീനിക്കൽ വരുന്നത്. ഓക്കെ, ഹൈവേ സൈഡിൽ തന്നെയുള്ള ഷോറൂമാണ്. നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. വലിയൊരു യാർഡാണ്. ഒരു സൈഡിൽ ഫോർച്യൂണർ, ഒരു സൈഡിൽ ഫുൾ ഇന്നോവകൾ നിരത്തിയിട്ടുള്ളൊരു യാർഡാണ് റോബോട്ടിക് കാസ്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, മറന്നു വേണ്ട. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫുൾ ഇന്നോവകളാണ് നമ്മൾ കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫോർച്യൂണറും വേറെ വാഹനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫോർച്യൂണർ കൃഷ്ണൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം, മറന്നു വരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കമൻസ് ഒന്ന് രേഖപ്പെടുത്തുക. പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് വിടുക. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ ആളുകളാണ് എന്നുള്ളൊരു നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സന്തോഷം. അത്രയും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ 1 രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ ഇന്നോവ. ഒറ്റ രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഇന്നോവ. KL 10ലേക്ക് രജിസ്ട്രേഷൻ ആയ വാഹനം. ഇത് 2014 മോഡലാണ് വണ്ടി. 13-14 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഓക്കെ, മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ വണ്ടിയാണ് നമ്മൾ പറഞ്ഞ വണ്ടിയിലെ ഫസ്റ്റിലെ വണ്ടി. ഓക്കെ, ഒറ്റ രൂപക്ക് ഒരു ഇന്നോവ. ആധാർ കാർഡ്, പാൻ കാർഡ്, കോൺടാക്ട് നമ്പർ കൊണ്ടുവരിക, വണ്ടി കൊണ്ടുപോവാ. അതാണ്. അത്രയും. ഓക്കെ, അപ്പോൾ ഏതാ ഓപ്ഷൻ? ഏതാ? 2013-14 മോഡൽ G4 ഓപ്ഷനിൽ വരുന്നത്. G4 14. അപ്പോൾ ഇന്റർകൂളർ എഞ്ചിനാണ് വരും. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൾമോസ്റ്റ് വണ്ടികൾ ഇന്റർകൂളർ തന്നെ പുറത്തിറങ്ങി അന്ന് ഓൾമോസ്റ്റ് ഇന്റർകൂളർ തന്നെയാണ് വണ്ടികൾ അല്ല. ഓക്കെ, ഒരു നാനോന്റെ സൗണ്ട് കേട്ടോ അത് ഇപ്പൊ പോയത്. എന്താ സംഭവം? ഒരു നാനോന്റെ സൗണ്ട് ഇപ്പൊ കേട്ടത്. ഓക്കെ, അപ്പോ ഇതിൽ വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. ചോദിക്കട്ടെ? ഇല്ല, 100% ഓക്കെ. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമ്മളല്ലേ ഒരു ഓഫർ നിലക്ക് 1 രൂപന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഫുൾ ലോൺ ആണ് വണ്ടിയിൽ. ഫുൾ ലോണില്. അപ്പോൾ ആ ഒരു ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്കിപ്പോ ഒരു 2014 മോഡൽ വണ്ടി ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് പറഞ്ഞാൽ 8.5 ലക്ഷം രൂപ. ഈ 8.5 ലക്ഷം രൂപ G4 വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ ലോൺ കിട്ടൂല. എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ മുടക്ക് വരണ്ടേ. ഇതൊരു രൂപ മുടക്കില്ലാതെ ഇതിന്റെ വില എന്താണെന്നുള്ള കസ്റ്റമർക്ക് വേഗം ആലോചിച്ചാൽ കിട്ടും അല്ലേ? കിട്ടും. അതെ, അതാണ് അതിന്റെ വില. എത്ര? 7 ലക്ഷമാണോ? അതെ, 7 ലക്ഷം രൂപ. ഓക്കെ, 7 ലക്ഷത്തിന് 2014 G4 ഇന്നോവ കേരള വണ്ടി ആയിക്കഴിഞ്ഞ് ഇനി നിങ്ങൾ ഒരു പൈസയുടെ ടാക്സ് ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. കേരള വണ്ടി ആയി കഴിഞ്ഞ വാഹനമാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കൊണ്ടുപോവാം. അപ്പോൾ മുടക്ക് മുതലില്ലെങ്കിൽ നേരെ വിളിച്ചോളൂ. 1 രൂപ ലോൺ ഇട്ടിട്ട് കൊണ്ടുപോകും. 1 രൂപ എനിക്ക്. എത്ര വർഷം ലോൺ കിട്ടും? 4 വർഷം. 4 വർഷം കിട്ടും. അതെ, 1 രൂപ കൊടുക്കണം. 1 രൂപ വേണം. മോശമാണ്. 1 രൂപ നിർബന്ധമായിട്ട് കൊണ്ടുവരണം. അടുത്ത വണ്ടിയിലോട്ട്. ഇവരാണ് രണ്ടാമത്തെ ഓഫറിലുള്ള ഇന്നോവ. ഇത് KL 55 തിരൂരിലേക്ക് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. പറഞ്ഞോളൂ. 2014 V വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. നേരത്തെ G4 13-14 ഇത് 14V തന്നെയാണ്. ഒറിജിനൽ 14 പറഞ്ഞ പോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. 1 രൂപ. 1 രൂപക്ക് കിട്ടണം. 1 രൂപ കിട്ടണം. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുക, ഒരു കസ്റ്റമർക്ക് തന്നെ രണ്ടുകൂടി തരൂല. അതുണ്ട്. ഒരു കസ്റ്റമർക്ക് രണ്ടുകൂടി തരൂല. വേറെ വേറെ ആൾക്കേ കൊടുക്കുള്ളൂ. അപ്പോ 2014 V വേരിയന്റിൽ വരുന്ന വണ്ടി തന്നെയാണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ എത്ര ഓട്ടം പോയി ഓർമ്മയുണ്ടോ? 1:37 ജെനുവിൻ സർവീസാ. നേരത്തെ കണ്ടതോ? നേരത്തെ കണ്ട് ജെനുവിൻ സർവീസ് അല്ല. എത്ര പോയിട്ടുണ്ടെന്ന് പറഞ്ഞു? അത് അതിൽ കാണിക്കുന്ന 80-90 അത് ഒരിക്കലും അല്ല. പക്ഷേ ഈ സാധനം ഒറിജിനലാ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 2 വണ്ടി നമ്മള്
ഇവിടുന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതുകൊണ്ടും നമുക്ക് വേറെ വണ്ടിയുടെ എക്സ്ചേഞ്ചിന് വന്നതുകൊണ്ടാണ് ഈ 2 വണ്ടി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, പണിയും കിട്ടിയിട്ട് കൊടുക്കാണോ? അല്ലല്ല, ഇതെന്താ പറയുക, ചില കസ്റ്റമർക്ക് നമ്മളവർക്ക് ഇതിപ്പോൾ ഈ വണ്ടി ഒരു ക്രിസ്റ്റ് ആയിട്ടായിരുന്നു തോന്നുന്നു, 18 ക്രിസ്റ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ ആ വണ്ടി ഇതേപോലെ ഫോർച്യൂണർ എന്തോന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്താൽ, അപ്പോൾ അവരെ സംബന്ധിച്ചോളം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ അന്നെടുത്ത വിലൻ്റെ ആ ഒരു മാർജിനാണ് അവർ കൂട്ടുന്നത്. ഇന്നത്തെ മാർജിൻ അല്ല അവർ കൂട്ടുന്നത്. അങ്ങനെ വന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ₹1 ഇറക്കാം. രണ്ടാമത് വി ഓപ്ഷൻ 2014 ഇന്നോവയാണ്. പ്രൈസ് പറയില്ല, ഇതിന് പ്രൈസ് നമുക്ക് ഫുൾ ഓൺ ആണ് കൊടുക്കുന്നത്. 8.5 ലക്ഷം രൂപയായിട്ട് വരും. 8,50,000 രൂപ. അതെ, ഇത് വി ആണ് ഓപ്ഷൻ, മറ്റേ G4 ആണ്. ആ വ്യത്യാസമാണ്, വേറെ ഒന്നല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. മലപ്പുറത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇപ്പോൾ 2 നമ്മൾ കേരള രജിസ്ട്രേഷൻ ആയ വാഹനം കണ്ടു. ഇനി അടുത്തത് കേരള ആവാത്ത വാഹനമാണ്, ഗുജറാത്ത് രജിസ്ട്രേഷനുള്ള ഇന്നോവയാണ്. ഓക്കെ, പറഞ്ഞോളൂ. 2012 ഓക്കെ, വി വേരിയന്റിൽ വരുന്നുണ്ട്. വിയനാണ്. 1,80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിനാട്ടോ, സർവീസ് ഹിസ്റ്ററിയിലുണ്ട്. തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിന് നമുക്ക് കസ്റ്റമർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതെ, നമ്മൾ ആദ്യമല്ല കസ്റ്റമറോട് ആദ്യം നമ്മൾ പറയുന്നതാണ്, ഒന്നെങ്കിൽ ഒരു ഫിറ്റർമാരെ കൊണ്ടുവന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടൈവറ്റി കൊണ്ടുപോകാം. ഫുൾ അതിന് എന്താ എല്ലാ സൗകര്യം തള്ളുന്നല്ല, അല്ലല്ല, കറക്റ്റ് ഇവിടെ നമ്മൾ ചെയ്തു പോകുന്ന സംഭവമാണ്. അത് നിങ്ങളത്തെ ടെക്നീഷ്യന്മാരില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ടെക്നീഷ്യന്മാർക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല, ടൊയോട്ട കൊണ്ടുപോയി അതിനും ഓക്കെ. പറഞ്ഞോളൂ. നമുക്ക് ഈ വണ്ടി NOC എടുത്തിട്ടില്ല, എങ്ങോട്ടാ വേണ്ട നമുക്ക് NOC എടുത്തു കൊടുക്കാം. ആർടിഒയിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷനിൽ കിട്ടുന്ന വണ്ടിയാണ്. 7 രൂപ കൊടുക്കാൻ പോകും. 7 ലക്ഷം രൂപയ്ക്ക് 2012 വി ഓപ്ഷൻ അതെ, സ്വന്തമാക്കാം. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഈ ഒരു വാഹനത്തിന്. അതെ, ഓക്കെ. വേറെ നിലവിൽ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാ വർക്കും ആയിട്ട് വന്നോണ്ട് ക്ലീൻ ചെയ്ത് വെച്ചു. പഞ്ചാബ് രജിസ്ട്രേഷൻ വാഹനം വന്നു. 2013 മോഡൽ. ഓക്കെ, 2013 മോഡൽ വി വേരിയന്റിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏതാണ്ട് G4 ഉണ്ട്, വി വേരിയന്റാണ് നമ്മുടെ അടുത്ത് കൂടുതലും അധികം സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോഴത്തെ സ്റ്റോക്ക് ഉള്ളത് നമുക്ക് വി വേരിയന്റ്. ഇതിനകത്ത് വെച്ചാൽ 2013 മോഡലാണ് വി വേരിയന്റിൽ വരുന്ന വണ്ടി. സിൽക്കി ഗോൾഡ് ആണ്, അറിയാലോ. ഇപ്പോൾ സിൽക്കി ഗോൾഡ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് NOC ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. NOC മലപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. NOC നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, NOC മലപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 2013 വണ്ടി. നമുക്ക് ഈ വണ്ടി ഒരു 7.25 ലക്ഷം രൂപ കൊടുക്കാം. 7,75,000 2013 വി ഓപ്ഷൻ. ഈ വിയിലേക്ക് വരുമ്പോൾ വെച്ചാൽ G4 ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. അത് G4 ചെയ്യാൻ പറ്റൂല. ബാക്കി നമുക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഇത് ചെയ്യാൻ പറ്റൂല. ഇതിലങ്ങനെ ചെയ്യാൻ പറ്റില്ല. സസ്പെൻഷനിലൊക്കെ മാറ്റമുണ്ട്. വണ്ടി മാറ്റമുണ്ട്. സസ്പെൻഷനിൽ മാറും. അതേപോലെ നമ്മളെ സീറ്റിംഗിൽ മാറുന്നുണ്ട്. കംഫർട്ട് കൂടുതൽ വീലാണ്. G4 അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് കമ്മി ഉണ്ട്, നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. 7,75,000 ലോണ് ഇങ്ങോട്ട് മാറിയതിനു ശേഷം നമുക്ക് ലോൺ കയറത്തുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു മണ്ണിന്റെ തട്ടുന്ന ഒരു വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചുവന്ന മണ്ണ് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം വണ്ടിയിൽ ഇതാ കഴുകിയിട്ട വണ്ടിയാണ് മൊത്തം, പക്ഷെ മൊത്തം മണ്ണടിച്ച് കിടക്കണം. വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കണ്ടിട്ട് എന്താ വൃത്തികേടായിട്ട് കിടക്കുന്നതെന്നുള്ള ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആയിട്ട് തരും. അതെ, 100%. കാരണം അത് നമുക്ക് വേണ്ടി തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യാർഡ് ഒന്നുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണടിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നല്ല മണ്ണിങ്ങനെ എൻ്റെ കാർ വരെ മൊത്തം ചോപ്പായി. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ UP എത്തിയിരിക്കുകയാണ്. UP രജിസ്ട്രേഷൻ ഇന്നോവയാണ്. ഇത് NOC എങ്ങോട്ടെങ്കിലും ആയി കഴിഞ്ഞോ? ഓൾറെഡി NOC എടുത്തു. എവിടെയാ? മലപ്പുറം തന്നെ. KL10 എടുത്തിട്ടുണ്ട്. KL10 NOC എടുത്തു. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെ? 2013 തന്നെ വണ്ടി. വി തന്നെ. 2013 വി തന്നെ. 7,75,000 ലക്ഷം. അങ്ങോട്ടും ഇങ്ങോട്ടും 7,75 ലക്ഷത്തിന്. ഇത് ഓട്ടത്തിൽ ഇപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ കാണിക്കുന്ന 1,53,000 കാണിക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് ഹിസ്റ്ററി ഉണ്ട്. 1,80,000 കിലോമീറ്റർ വണ്ടി ഹിസ്റ്ററി ഉള്ളുണ്ട്. 2021 ലാസ്റ്റ് 22 ടൈമിൽ 21-22 ലാസ്റ്റിൽ ഹിസ്റ്ററി കാണിക്കുന്നത് 1,80 സംതിങ്ങിലാണ്. അവർ തിരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ വണ്ടി അടിപൊളി വണ്ടിയാണ്. നമ്മളല്ലേ നമ്മൾ മെയിനായിട്ട് ഹിസ്റ്ററി നമ്മൾ നോക്കും, 100% നമ്മൾ ഹിസ്റ്ററി നോക്കും. പക്ഷേ ഫിസിക്കലായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യും. കിലോമീറ്റർ പിന്നെ ടൊയോട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. ഇത്രയും ടൊയോട്ട ഇന്നോവകൾ വിറ്റ് കഴിഞ്ഞു. എന്തായാലും എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. നിർബന്ധമായിട്ടും. അപ്പോൾ കിലോമീറ്റർ എന്തായാലും ഇതിൽ ഫേക്ക് ആണ്, അത് നിങ്ങൾ വിശ്വസിക്കണ്ട. ഓക്കെ, കിട്ടുന്ന ഒറിജിനൽ കിലോമീറ്റർ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അതെ. വണ്ടിയിലുള്ളത് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ പറയുന്നുണ്ട്. 7,75,000 രൂപ 2013 വി ഓപ്ഷൻ ഇന്നോവ. KL10 ഇപ്പോൾ നമ്പർ എടുക്കാൻ പോവാണ്. NOC ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഒരു UP ഇന്നോവ വന്നു. പറഞ്ഞോളൂ.
ഓൾറെഡി NOC നമ്മൾ എടുത്തിട്ടുണ്ട്. എവിടേക്ക്? മലപ്പുറം. മലപ്പുറത്ത് നമ്മൾ NOC എടുത്തിട്ടുണ്ട്. 2013 മോഡലാണ് ഈ വണ്ടി. G4 ആണ്. 2013-14 രജിസ്ട്രേഷൻ കണ്ടത്. 14 രജിസ്ട്രേഷൻ ഉണ്ട്. G4 ആണ്. നല്ല സീറ്റ് കവേഴ്സ്. ഇവിടെ പിന്നെ ടയേഴ്സ്, സീറ്റ് കവേഴ്സ്, ഇത് ടയേഴ്സ് ഒക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഉണ്ടാവും. ഒരു 70 അബവ് എല്ലാത്തിനും ഉണ്ട്. ചിലതിന് 90 ഉണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ എടുത്ത് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വർക്ക് ഒന്നും ചെയ്യാനുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ 100% കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കസ്റ്റമർ നമ്മുടെ വണ്ടി എടുത്ത് പോയാൽ മതി. നമ്മൾ അന്നും ഇന്നും എപ്പോഴും പറയുന്നതാണ്, വണ്ടി നമ്മൾ എടുത്തു പോയതിനു ശേഷം മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ഹൗസ്, എഞ്ചിൻ മെക്കാനിക്കൽ എന്ത് വിഷം മേജർ ഉണ്ടോ നമ്മൾ ആ വണ്ടി റിട്ടേൺ എടുത്തിരിക്കും. നന്നാക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ നന്നാക്കി കൊടുക്കും. അല്ല എന്ന് വണ്ടി റീപ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ റീപ്ലേസ് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും. ആ കാര്യത്തിൽ ഒരു മാറ്റമില്ല. അത് അന്നും ഇന്നും നമുക്ക് ആ ഒരൊറ്റ മുദ്രാവാക്യേ ഉള്ളൂ. അതിൽ നമ്മൾ മാറ്റം വരുത്തില്ല. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്, ഒന്നുമില്ല. ഇത് നമുക്ക് ഓൾറെഡി NOC എടുത്ത വണ്ടിയാണ്. നമ്മളിപ്പോൾ NOCയിൽ നമ്മൾ ആസ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് 7 ലക്ഷം രൂപ. 7 ലക്ഷത്തിന് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2013 G4 14 രജിസ്ട്രേഷൻ. 14 രജിസ്ട്രേഷൻ ഉണ്ട്. 14 രജിസ്ട്രേഷൻ ഉണ്ട്. G4 ഇന്നോവ സ്വന്തമാക്കാം. ഓക്കെ, വീണ്ടും ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ വന്നു. UP രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. 2014 മോഡലുണ്ട്. 14 V വേരിയന്റ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യമില്ല. 95,000 കിലോമീറ്റർ ജെന്യുവിൻ കറക്റ്റ് ഓട്ടം. 95,000. 2014 V. മെയിൻ ക്ലാസ് മാത്രമേ മാറിയുള്ളൂ. ഓക്കെ, ഫുൾ ജെന്യുവിൻ സർവീസ്. 2023 9 മാസം വരെ സർവീസ്. ഓക്കെ, ആ ജെന്യുവിൻ. അപ്പോൾ കറക്റ്റ് ഞാൻ ബാക്ക് നോക്കിയപ്പോൾ അടിപൊളി വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. വെറൈറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്റീരിയറൊക്കെ ഭയങ്കര രസം. അതിന്റെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള രസമുള്ള ഇന്റീരിയർ. ഞാൻ അതിന് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി. ആർഭാടം കൂടി പോയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ആ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് കൊടുത്തിട്ട് ഒരു ഈർപ്പയിൽ ലൈറ്റ് അല്ല, റോൾസ് റോയ്സിന് വരുന്ന പോലെ ആ പരിപാടിയൊക്കെ ചെയ്തിരുന്നു കസ്റ്റമറില്. പിന്നെ 2 സബ്ബും ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് വേറെ ലെവലായിരുന്നു. കംപ്ലീറ്റ് ഞാൻ റിമൂവ് ചെയ്തത്. നന്നായി. ഓക്കെ, അപ്പോൾ 2014 V 95,000 ജെന്യുവിൻ സർവീസ് ഉള്ള വാഹനമാണ്. നമുക്കിതൊരു 9 ലക്ഷം രൂപ കൊടുക്കാം. 9 lakhs. ഓക്കെ, നമ്മൾ 2014 വേറെയും കണ്ടിട്ടുണ്ട്. അതിന് 9 ലക്ഷം ചോദിച്ചിട്ടില്ല. മാറ്റുണ്ട്. ഇനി ഇതിനും മാറ്റുള്ള വണ്ടികൾ വേറെ ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഇന്നോവ വന്നു. UP രജിസ്ട്രേഷൻ തന്നെയാണ്. ഇത് എവിടെയെങ്കിലും NOC ആയോ? ഇല്ല, NOC ആയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടതോ? അതൊക്കെ NOC ആയിട്ടുണ്ട്. മലപ്പുറത്തേക്ക് NOC ആയിരുന്നു. അതൊക്കെ ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് എവിടെയാണ് എടുത്തത്? 2014 മോഡലാണ്. 14 V വേരിയന്റിൽ വരുന്ന വണ്ടി. 1,70,000 കറക്റ്റ് ജെനുവിൻ സർവീസ്. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. ഒന്നും റീപ്ലേസ് ഇല്ല. ക്വാളിറ്റി വണ്ടിയാണ്. കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഫിറ്റർമാരെ കൊണ്ടുവരിക, വർക്ക്ഷോപ്പിൽ പോവുക, ടയോട്ടി പോവുക, എങ്ങനെ വേണ്ട എങ്ങനെ നമ്മള് ഫ്ലെക്സിബിൾ ആണ്. എങ്ങോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. 9 രൂപക്ക്. 9 ലക്ഷത്തിന് 2014 V ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഇല്ലാത്ത ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു അടിപൊളി വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 1,70,000 ഓട്ടം. അതിന്റെ സർവീസ് ഹിസ്റ്ററി പ്രോപ്പറാണ്. ചെക്ക് ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവർ, ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഹൈക്വാളിറ്റിയാണ്. ഇങ്ങോട്ടേക്ക് മാറിയാലേ ലോൺ കിട്ടുന്നത്. അതെ, ഇങ്ങോട്ട് മാറിയാൽ തന്നെ ലോൺ. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന എല്ലാം NOC റേറ്റിലാണ്. അടുത്തൊരു സിൽക്കി ഗോൾഡ് ഇന്നോവ. ഇത് UP വണ്ടി തന്നെയാണ്. 2014 മോഡൽ. ഓക്കെ, V വേരിയന്റ് വരുന്ന വണ്ടി. 1,53,000 കിലോമീറ്ററോളാണ് വണ്ടി ഓടിയത്. മേജർ ആക്സിഡന്റ്, സ്മോൾ ആക്സിഡന്റ് പോലും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇതൊക്കെ നമ്മൾ പറയുന്നില്ല, കസ്റ്റമർ വന്ന് കാണണം വണ്ടി. കണ്ടാലേ കസ്റ്റമർക്ക് ഇത് എന്താണ് നമ്മൾ ഈ പറയണൊക്കെ സത്യമാണോ അല്ല എന്ന് പറയുന്നത് അവരൊന്ന് കാണണമല്ലോ. ഒരു ഫോട്ടോ മാത്രം ചോദിക്കണ്ട. ഫോട്ടോ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ കാണുന്നത് മാത്രമേ കസ്റ്റമർക്ക് അറിയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഏതൊരു കസ്റ്റമർ ആണെങ്കിലും വിളിച്ചിട്ട് ഫോട്ടോ ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് വണ്ടി നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോഴേ ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലേ? ഒരുപാട് കസ്റ്റമർ അങ്ങനെ നിങ്ങൾ ഫോട്ടോ ഇട്ടൊരു ഫോട്ടോ മാത്രം കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്ന് സൈറ്റിൽ വന്ന് വണ്ടി നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. അതാണ് വേണ്ടത്. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓവറോൾ 14 ഓപ്ഷൻ ഇന്നോവ 9 ലക്ഷം. 1,50,000 സംതിങ് ഓടിയിട്ടുണ്ട്. KL 21 എന്ന് പറയുകയാണെങ്കിൽ നെടുമങ്ങാടായിരുന്നു. ഇതിപ്പോ UP 21 ആണ്. എവിടെയാണെന്ന് അറിയില്ല. ഒരു വെറൈറ്റി കളർ വന്നു. വെറൈറ്റി അല്ല, ആദ്യം കാണിച്ചില്ല. ഇത് നമ്മള് മുറാദാബാദ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. UP മുറാദാബാദ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒറ്റയടിക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. കാരണം ഇതിനൊരു ചരിത്രമുണ്ട്. എന്തേ പറയൂ. ആ ചരിത്രം പറഞ്ഞ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ 20 ദിവസമായിട്ട് ഓൾ ഇന്ത്യൻ ട്രിപ്പിലായിരുന്നു.
ഓക്കെ. റമദാൻ 1-നാണ് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുന്നത്. ശരി. ആ 20 ദിവസമായിട്ട് ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഈ വണ്ടിയായിട്ട് ഏലൊക്കെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 9500ഓളം കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഈ വണ്ടി. ഇതിനെപ്പറ്റി വേറെ ഒന്നും വർണ്ണിക്കാനൊന്നുമില്ല. സത്യമായിട്ടും ഒരു ടയർ പഞ്ചറായി, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ 9500 കിലോമീറ്റർ ജെനുവിനായിട്ട് ഞാൻ ഓടി വന്ന വണ്ടിയാണ് ഇപ്പോൾ. മൊത്തം ഓൾ ഇന്ത്യ മൊത്തം ഞാൻ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. അതിനൊരു പെട്ടെന്ന് എന്തായി റമദാനായപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് വിളിയായപ്പോൾ തീർട്ടം. ഏത് ഭാഗത്തേക്കാ പോയത്? അങ്ങോട്ട് തന്നെ നമ്മളെ മണാലി, കാശ്മീർ അങ്ങനെ കറങ്ങി അങ്ങനെ മൊത്തം ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത്, ജാർഖണ്ഡ് ഇങ്ങനെ മൊത്തം കവർ ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഷിയാബ് തന്നെ മൊത്തം കറങ്ങിയാണ്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. 2015 മോഡലാണ് വണ്ടി. 2,11,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് പോയിട്ട് സ്മോൾ ആക്സിഡന്റ് പോലും ഇല്ല. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്കൽ, സീറ്റ് കവർ, കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ വി ഞാൻ പറഞ്ഞില്ല, നമ്മൾ കൂടുതലും G4 കുറവുണ്ട്, നമ്മുടെ അടുത്ത് ഉണ്ട്. പക്ഷെ എന്താണെന്ന് അറിയോ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടാക്സി വണ്ടികൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ടാക്സി വണ്ടികൾ ചെയ്യുന്നില്ല, പ്രൈവറ്റ് വണ്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾ കിട്ടുന്നത് വി വേരിയന്റിലാണ്. എന്നാൽ G4 കിട്ടിയിട്ടുണ്ട്. 2015 നമ്മുടെ അടുത്ത് 4-5 വണ്ടി സ്റ്റോക്ക് ഉണ്ട്, പ്രൈവറ്റ് വണ്ടികൾ തന്നെ സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും വീക്ക് മാറാനുള്ള കാരണം. ടാക്സി വണ്ടി കളിച്ച് കഷ്ടകാലം പിടിച്ചിട്ട് കൈവന്ന് വിട്ടതാണ്. ഇപ്പോൾ പ്രൈവറ്റ് വണ്ടി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ മതി വണ്ടി. ഇത് ഇപ്പോൾ എത്രയാണ് ഹാസ്ക് ചെയ്യുന്നത്? 2015 വി തന്നെയാണ് വേരിയന്റ് പറഞ്ഞല്ലോ. നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. 9,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാം. അതെ, അത്രേ ഉള്ളൂ. വേറെ പണികളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. എല്ലാ പണി വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഫുൾ വർക്കും തീർത്തുണ്ട്. അടുത്ത ഇന്നോവ വന്നിരിക്കുകയാണ്. ഹരിയാന രജിസ്ട്രേഷനിലാണ് കാണുന്നത്. ഹരിയാന ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ ആണ്. 2015 G4 ആണ്. വി അല്ല, G4 ആണ്. 2,20,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റിട്ടേൺ ക്വാളിറ്റി വണ്ടിയാണ്. ഈ HR 55 എന്ന് കാണുമ്പോൾ ആർക്കാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും ടാക്സി വണ്ടിയാണ്. ടാക്സി വണ്ടിയാണ്. ടാക്സി വണ്ടിയാണ്. ടാക്സി വണ്ടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് ഫുൾ വർക്ക് എടുത്ത് ഫുൾ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ കൊടുക്കില്ല. ഓൾറെഡി NOC എടുത്തോണ്ട് NOC മലപ്പുറം കേൽപ്പത്തിൽ. അപ്പോൾ നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കി പ്രൈവറ്റിലാക്കിയിട്ടൊക്കെ കൊടുക്കുള്ളൂ നമ്മൾ വണ്ടി. 9.5 ലക്ഷം രൂപക്ക് ഫുൾ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് കൊടുക്കും. 2015 G4. 2015 G4. 9,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ പേപ്പർ കേരള രജിസ്ട്രേഷൻ ആക്കി ഫുൾ കവർ, ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ചെയ്തിട്ട് എല്ലാം പ്രൈവറ്റിലാക്കിയിട്ടാണ്. പ്രൈവറ്റിലാക്കിയിട്ട് കിട്ടുന്നുണ്ട്. 9.5 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. ഓക്കെ. അടുത്തതാ UP വണ്ടി തന്നെയാണ്. ഒരു സിൽവർ കളർ ഇന്നോവ. ഇതും വി ആണ്. അതെ, വി ആണ്. 2015 തന്നെ മോഡൽ. 2015 തന്നെ മോഡൽ. വി വേരിയന്റ് തന്നെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. അപ്പൊ വില പറഞ്ഞാൽ നമ്മൾ നേരത്തെ വില 9.5 ലക്ഷം രൂപ. 9,50,000 രൂപയ്ക്ക് 2015 NOC നമ്മൾ എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാം. നിങ്ങളുടെ നാട്ടിലേക്ക് എവിടെ വേണമെങ്കിലും. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2, 3, 4 വണ്ടി ഇവിടെ ഉണ്ട്. 4-5 വണ്ടിയോളം ഉണ്ട് NOC എടുക്കാത്തത്. പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ. അപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, പിന്നെ കർണാടക അവിടെ നിന്നൊക്കെ വിളിക്കും. വിളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് NOC എടുക്കാത്ത വണ്ടികളുണ്ട്. അതെ. ഡയറക്റ്റ് അവരെ ഇതിലേക്ക് നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ 9,50,000. അതെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലെത്തിയിരിക്കുകയാണ്. ഇതും ഇന്നോവ തന്നെയാണ്. UP 32. ഞാൻ ചേർത്തലാന്ന് പറയാൻ വരുമായിരുന്നു. UP 32 ആഗ്ര രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ 13 വണ്ടി നമുക്ക് അലോഡ് ഉള്ളൂ വീഡിയോയിൽ കയറ്റാൻ. ഓൾറെഡി 20 വണ്ടി ഇപ്പോൾ ഈ സ്റ്റോക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി വരാനും കയറാനും ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ വണ്ടി മാത്രമേ ഇരുവണ്ണ ഇന്നോവ മാത്രമായിട്ട്. ഇരുവണ്ണെന്ന് വെച്ചാൽ ഇതിന്റെ സെയിം മോഡലുള്ള പല വണ്ടികളുണ്ട്. അതുകൊണ്ടാണ് എല്ലാം എടുത്ത് കാണിക്കാത്തത്. എല്ലാം ഒരേ വിലയും ഒരേ ഇത് തന്നെ. അതുകൊണ്ട് എടുത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. അതേ മോഡൽ വരുന്ന പല വണ്ടികളുണ്ട്. കാണിച്ച മോഡലിൽ തന്നെ ഓൾറെഡി ഇപ്പൊ നമ്മളെ യാർഡിൽ 20 ഇന്നോവ മാത്രം സ്റ്റോക്ക് ഉണ്ട്. ഇനിയൊരു 13-14 വണ്ടികളും കൊണ്ട് കയറാനുണ്ട്. 10-30 ചില്ലാനം ഇന്നോവ മാത്രം തന്നെ സ്റ്റോക്കിലുണ്ട്. ഒരു നോമ്പ് പാതിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട്
കേറി പോര്, പരിപാടി പെട്ടെന്ന് നമുക്ക് തീർത്തിറങ്ങണം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനെ പറഞ്ഞു. ഇത് 2015 G4 വരുന്ന വണ്ടി. 1,04,000 കിലോമീറ്റർ ആണ്. കറക്റ്റ് ജെനുവിൻ സർവീസ് ആണ്. നല്ല ഹൈ ക്വാളിറ്റി ആൻഡ് ഫുൾ ക്വാളിറ്റി ഉണ്ട്. എത്ര കൊടുക്കാം ഈ വണ്ടി നമുക്കൊരു 9 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാൻ പറ്റും. 9 ലക്ഷത്തിന് NOC-ലാണ്. എവിടെയെങ്കിലും എടുത്തോ? NOC എടുത്തോ? ഇത് ഓൾറെഡി ഇപ്പോൾ ഇല്ലല്ല, NOC എടുത്തില്ല. NOC എങ്ങോട്ട് വേണേ നമുക്ക് കൊടുക്കാം കേട്ടോ. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. എന്റെ നീ സത്യം പറയണ ഇതിൽ ഏറ്റവും ടോപ്പ് ആൻഡ് വണ്ടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതാണ് പറയാം. അപ്പൊ നിങ്ങൾ കറങ്ങിയ വണ്ടിയോ? അത് ഓക്കെയാണ്, പക്ഷെ അതിനും അതുക്കും മേലെ വേറെ ലെവലാ വണ്ടി. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും അത്രയേ ഉള്ളൂ. 9 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വേറെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഒരേ മോഡൽ തന്നെ ആയതുകൊണ്ട് കാണിച്ചില്ലെന്ന്. നിങ്ങൾക്ക് എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അറിയാലോ, നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡ് ചെയ്യാം. ഫോർച്യൂണറിന്റെ നേരെ കിടക്കാണ്, അതും വരുന്നുണ്ട്. ഉടൻ തന്നെ പുറകിൽ തന്നെ എപ്പിസോഡ് വരും. വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമുക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഷിയാബ്ക്ക, വളരെ നന്ദി. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.